നടുവേദന, മുട്ടുവേദന എന്നിവ പോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഡീൽ ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ് വെയിറ്റ് ഗെയിൻ. അപ്പോൾ വെയിറ്റ് ഗെയിനിന് ഓരോ ആളുകൾക്ക് ഓരോന്നാണ് രീതി. ചിലർക്ക് ഹോർമോൺ ട്രബിൾ ആയിരിക്കും, ചിലർക്ക് കഴിക്കാനുള്ള ആ ഒരു ആസക്തിനെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടാവില്ല, ചിലർക്ക് ആവശ്യത്തിലധികമായിരിക്കും അവർ കഴിക്കുന്നത്, അത് അവർക്ക് സ്പോട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരേ രീതിയല്ല. എങ്കിൽ പോലും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ 4 നേരം കഴിക്കുന്നുള്ളത് ചില ആളുകൾക്ക് 3 നേരം മതിയാകും. ചിലരുടെ ജീവിതശൈലി അനുസരിച്ച് 2 നേരം ആഹാരം പോലും അവർക്ക് ഓക്കെ ആയിരിക്കും. അതായത് ഇപ്പോൾ ഇരുന്നു കൊണ്ടൊക്കെ ജോലി ചെയ്യുന്നു, വലിയ ടെൻഷനുകളൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് 3 നേരത്തെ ആഹാരം പലപ്പോഴും ഓവർ വെയ്റ്റിലേക്കാണ് പോവാറ്. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് ബോഡി കുറച്ച് സിഗ്നൽസ് എല്ലാം കാണിക്കും. ഗ്യാസ് ട്രബിളൊക്കെ പോലത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫുഡിൻ്റെ ഹാബിറ്റ്സിൽ ചേഞ്ച് വരുത്തേണ്ടതാണെന്ന് തന്നെയാണ്. അതല്ലാതെ ഗ്യാസ് ട്രബിളിൻ്റെ മരുന്ന് കഴിച്ച് നിൽക്കുക എന്നുള്ളതല്ല. അപ്പോൾ ഡോക്ടർമാരെ കണ്ടിട്ട് തീരുമാനിക്കുക. അതുപോലെ ഇതൊരു ഉത്തരമില്ലാത്ത ചോദ്യമാണെന്ന് കരുതി വിട്ട് കളയരുത്. വെയിറ്റ് ഗെയിൻ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്.